ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ASM പഠനത്തിനായി ഇന്ന് രാവിലെ 4:30 തന്നെ എഴുന്നേറ്റു. കുഞ്ഞ് തൊട്ടപ്പുറത്ത് ഉറങ്ങുന്നുണ്ട്. ഒന്ന് ഫ്രഷായി പഠിക്കാനിരുന്നതാണ്. സെയിം റൂമിലാണ്. അരണ്ട വെളിച്ചത്തിലെ പഠനം ആണ് കേട്ടോ. കുറച്ച് ലൈറ്റ് കുറവുണ്ട്, കൂട്ടുകാർ ക്ഷമിക്കണേ. ഇന്ന് ഞാൻ ധനതത്വശാസ്ത്രത്തിൻ്റെ റിവിഷനാണ് നോക്കിയത്. ഇത് മുന്നേ തയ്യാറാക്കിയ നോട്ടാണ്. അതൊന്നുകൂടി റിവിഷൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഒരുപാട് നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, അതൊക്കെ റിവിഷൻ ചെയ്യാം. അത് കഴിഞ്ഞ് എക്സ്ട്രാ പഠിക്കാം എന്നാണ് വിചാരിക്കുന്നത്. വീട്ടമ്മമാരായ ഉദ്യോഗാർത്ഥികൾക്ക് എപ്പോഴും ടൈം ഒരു പ്രശ്നം തന്നെയാണല്ലേ. അതിന് ഒരു പരിഹാരം തന്നെയാണ് രാവിലെ മാക്സിമം രാവിലെ എഴുന്നേറ്റ് പഠിക്കാനിരിക്കുക എന്നത്. വേറെ എക്സ്ട്രാ ടൈം നമുക്ക് ഇവിടെ നിന്നും കിട്ടാനില്ല. അപ്പം രാവിലെ പഠിക്കാനിരിക്കുക, അതല്ലെങ്കിൽ രാത്രി ഉറക്കഴിഞ്ഞ് പഠിക്കാനിരിക്കുക എന്നുള്ള ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക എന്നതാണ്. ചിലർക്ക് രണ്ടും പറ്റുന്നവർക്ക് നല്ലതാണ്. അത്രയും ടൈം പഠിക്കാൻ കിട്ടുന്നത് വളരെ നല്ല കാര്യമാണ്. ധനതത്വശാസ്ത്രം പഠിച്ചു കഴിഞ്ഞ് കുറച്ച് CA പഠിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള പഠനത്തിൽ CA ഉൾപ്പെടുത്തണം. ഡെയിലി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നോക്കണമെന്നുണ്ട്. എല്ലാം കൂടി നടക്കുമോ എന്നറിയില്ല. എന്നാലും മാക്സിമം നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ നടക്കും എന്നുള്ളത്. ഞാൻ ആദ്യമായാണ് ASM എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. മുന്നേ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കണ്ട എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു ASMൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിരാവിലെയുള്ള ഈ പഠനം നല്ല രസമാണ്. നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ ഊർജ്ജസ്വലമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതും നല്ലൊരു കാര്യമാണ്. പഠനം കഴിഞ്ഞ് വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു പക്ഷികളുടെയും കുയിലിൻ്റെയും ഒക്കെ ഒരു ആരവം കേൾക്കാൻ തന്നെ നല്ല അതിമനോഹരമാണ്. പിന്നീട് ലളിത സഹസ്രനാമം കേൾക്കുന്നത് എൻ്റെ ഒരു ശീലമാണ്. അത് റെക്കോർഡ് ചെയ്ത് കേൾക്കുക, അതിനുശേഷം പണിയെടുക്കുക, ജോലിയൊക്കെ തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അസ്യ ശ്രീലളിതാ സഹസ്രനാമസ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദി വാഗ്ദേവതാ ഋഷയ അനുഷ്ടുപ്ഛന്ദഃ ശ്രീലളിതാ പരമേശ്വരി ദേവതാ ശ്രീമദ്വാഗ്ഭവഗുണേതി ബീജം മധ്യഗുണേതി ശക്തികുടേ. എൻ്റെ സെക്കൻഡ് റൗണ്ട് പഠനം എന്ന് പറയുന്നത് ജോലിയൊക്കെ തീർത്ത് വിശ്രമാവസ്ഥയിലിരിക്കുന്ന ഒരു ടൈമാണ്. ഏകദേശം ഒരു 11 മണി 12 മണിയൊക്കെ ആ ടൈമിലാണ്. അപ്പം ജനലിനരികിലിരുന്ന് കാറ്റൊക്കെ കൊണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുള്ള പഠനമാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനെ ഈ ഒരു ടൈമിൽ പഠിക്കാനിരിക്കുന്നത്. നമ്മുടെ മൈൻഡ് നല്ല രീതിയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണ്. എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ള സമയമാണ് ഈ ടൈമിൽ പഠിക്കുന്നത്. പിന്നെന്താണെന്ന് വെച്ചാൽ പകൽ വെളിച്ചം കൂടിയാവുമ്പോൾ ഉറക്കം കുറയാനും നല്ലൊരു ഇതാണ്. ഭക്ഷണം കഴിക്കുന്നതിനും തൊട്ട് മുമ്പുള്ള സമയമാണ്. വയറൊക്കെ കാലിയായിട്ടിരിക്കും. അപ്പം പഠിക്കാനും നല്ലൊരു ഊർജ്ജമാണ്. ASMനുള്ള പഠനം എൻ്റെ റിവിഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ തയ്യാറാക്കിയ ഈ നോട്ടിലൊക്കെ കുറച്ച് തിരുത്തലുകൾ വരുത്താനൊക്കെ ഉണ്ടായിരുന്നു. പ്രധാനമായും കറണ്ട് അഫെയർ ഭാഗത്തു നിന്നുള്ളത്, ഇൻഡെക്സ് റേറ്റ്, ഇന്ത്യയുടെ റേറ്റ്, പിന്നെ പദവിയിലിരിക്കുന്ന ആൾക്കാർ, അതൊക്കെ ചേഞ്ച് വരുത്താനുണ്ടായിരുന്നു. അതൊക്കെ ഗൂഗിളിൽ പോയി തപ്പിയെടുത്ത് റെഡിയാക്കി പഠിക്കാനിരിക്കുമ്പോൾ കുറച്ച് ടൈം പോകുന്നുണ്ട്. ഉച്ചയ്ക്ക് പഠനത്തിന് ശേഷം ഫുഡും കഴിച്ച് കുറച്ച് നേരം പഠിക്കാൻ വീണ്ടും ഇരുന്നതിന് ശേഷം പിന്നീട് വൈകുന്നേരമാണ്, അതായത് ഒരു 5 മണി 5:30 ആ ഒരു ടൈമിലാണ് പിന്നെ പഠിക്കാനുള്ള ഒരു ടൈം കിട്ടുന്നത്. പക്ഷേ ആ ടൈമിൽ നമുക്ക് പഠിക്കാൻ മാത്രമായിട്ട് ഇരിക്കാൻ പറ്റില്ല. കുഞ്ഞ് സ്കൂളിൽ നിന്ന് വരുന്ന ടൈമാണ്. അപ്പം അവളൊപ്പരം കളിക്കാൻ നിൽക്കണം. അതല്ലെങ്കിൽ മറ്റുള്ള പിള്ളേരൊപ്പരം കളിക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിൽ ഇരുന്നാണ് ഞാൻ മൊബൈൽ നോക്കി മാർച്ച് മാസത്തെ കറണ്ട് അഫെയർ നോക്കിയിരുന്നത്. നല്ലൊരു അന്തരീക്ഷമാണ്. ചുറ്റുപാടും വലിയ ബഹളമൊന്നും ഇല്ലാത്ത ഒരു ചുറ്റുപാടായതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് ആ സന്ധ്യാസമയം അല്ലെങ്കിൽ ആ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാം. എനിക്കാണെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടി പഠിക്കുകയും ചെയ്യാം. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഇന്നത്തെ ASMന് വേണ്ടിയുള്ള ഫസ്റ്റത്തെ ഡേയുടെ പഠന രീതികൾ.